സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരുക്കിക്കൂടെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കിട്ടി നല്ല ഭാഗ്യവാദയ്ക്ക് സ്തോത്രം ചെയ്യും. ഓക്കെ, അതേപോലെ പങ്കായ എന്ന് പറഞ്ഞ് ഒരു കാര്യം ലാസ്റ്റ് പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പം എന്നെ ആൾക്കാർ കളിയാക്കി. എനിക്ക് കളിയാക്കിയത് അത് സങ്കടത്തോടല്ല പറഞ്ഞേ, കാരണം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ആ താഴ്ഭാഗമില്ലേ, ആ ഭാഗം ഗുജറാത്തിൻ്റെ ഇങ്ങനെ UP ഇങ്ങനെ ആ ഒരു ഭാഗം ഇപ്പം നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിയാൽ അത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടൊരു വലിയൊരു താഴ്വര, വലിയൊരു ഇങ്ങനെ നോക്കുക നമ്മുടെ ഭൂമിയുടെ ഇതെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അപ്പം ആ ഒരു ഭാഗം പണ്ട് ആഫ്രിക്കൻ്റെ സൈഡ് ഇതായിരുന്നു. അതിങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പൊട്ടി പോയി ചെന്ന് ആ ഹിമാലയൻ താഴ്വരത്തിൻ്റെ അവിടോട്ട് ഇങ്ങനെ യോജിച്ചു വന്നു. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഒരു മാതാവ് പോലായത്. അതങ്ങനെ പറഞ്ഞപ്പം ആരും അത് വിശ്വസിച്ചില്ല. ഇതൊക്കെ പണ്ട് അബ്രഹാമിൻ്റെ കാലത്തോ അല്ല അതിൻ്റെ മുമ്പ്. ഞാൻ ചിരിച്ചില്ല, ഞാൻ കാലത്തെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു പ്രാവശ്യം എനിക്ക് അതിനെ കളിയാക്കി പറഞ്ഞു, കാലത്തല്ലടാ വൈകുന്നേരത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഒന്ന് ചിലപ്പോൾ അബ്രഹാമിൻ്റെ അതിൻ്റെ മുമ്പത്തെ സമയത്തായിരിക്കും ഇങ്ങനെ വന്ന് ചേർന്ന്, മനസ്സിലായി. അപ്പം ഈ റീസൺലി ഒരു ന്യൂസ് വന്നു, ആ സെയിം ഭാഗമോ ആ ഹിമാലയൻ താഴ്വരത്തിൻ്റെ അവിടെ എനിക്കൊന്ന് അവിടെ ഒരു നദി ഉണ്ടോ, അത് എന്തോ സംതിങ്, അതോ നമ്മൾ പണ്ട് ഒരുമിച്ചായിരുന്നു, അത് ഭൂമി ഇങ്ങനെ 4 വശത്തോട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യാൻ പോയപ്പോഴായിരിക്കും ഇങ്ങനെ വന്നേ. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു പമ്പര ഇങ്ങനെ കറങ്ങിയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളൊന്നുകൂടെ ഇങ്ങനെ കറക്കത്തില്ലേ, അതേപോലൊക്കെ വരുന്നതാണോ എനിക്കറിയത്തില്ല. ആ ഭാഗം തൊട്ട് ആ ഏതോ ആ ഭാഗത്തിന് അവിടെ തൊട്ട് തിരിച്ച് പൊട്ടി ഒന്നുകൂടെ ചിലപ്പോൾ ആഫ്രിക്കൻ അതെല്ലാം കൂടെ ഒരുമിച്ച് വരാനുള്ള ഒരു ഇതായിരിക്കും, ചാൻസ് ആയിരിക്കും ഉള്ളത്. പക്ഷെ അവിടുന്ന് അകലിച്ച വരുന്നുണ്ട്, ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കാൻ പോവാന്നുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ വായിക്കാൻ പറ്റിയില്ല ആ ആർട്ടിക്കിൾ, അതിന് മുമ്പേ അത് പോയി. ഞാൻ പിന്നെ കുറേ നേരം നോക്കിയിട്ട് കണ്ടില്ല, പിന്നെ അതിൻ്റെ പുറകെ പോകാൻ സമയം കിട്ടിയില്ല. അപ്പം മനസ്സിലായി, ഇന്ത്യ അവിടെ വെച്ച് ആ ഹിമാലയൻ താഴ്വരത്തിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ വരുന്നു. അപ്പോൾ പണ്ട് എപ്പോഴും എനിക്കുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഞാൻ ഈ അബ്രഹാമിൻ്റെ ഒക്കെ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അതേപോലെ നമ്മൾ ജനസിസിൻ്റെ അകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ആ ഏദൻ തോട്ടത്തിൻ്റെ ആ 4 നദികളെപ്പറ്റി പറയുമ്പോൾ ലാപ്പസ് ലസൂലി എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. ഈ കല്ലിനെ പറ്റി തെരഞ്ഞു പോയപ്പോഴാണ് ഈ ഹിന്ദുസ് വാലി സിവിലൈസേഷൻ കണ്ടത്. അന്ന് ആ സമയത്താണ് നമ്മുടെ ബൈബിളിൽ പറയത്തില്ലേ, സിംഹം, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് ടൈഗർ എന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ എന്നെ ആൾക്കാർ പുച്ഛിച്ചു, മനസ്സിലായോ? ഒത്തിരിയും പ്രാവശ്യം എന്നെ ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്തു ടൈഗർ. കാരണം ലയനെ ഒരു സോഷ്യൽ ഇതായിട്ടാണ് കാണിക്കുക. ടൈഗർ ഒറ്റയാനാണ്, ഫാമിലിയായിട്ട് ജീവിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ ഒരു ഭാര്യയും കുഞ്ഞുങ്ങളും, പിന്നെ അടുത്ത സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഒരു ഭാര്യയും കുഞ്ഞുങ്ങളും, അങ്ങനെ എന്തോ ചുറ്റി നടക്കുന്ന ഒരു സംഭാഷണ. ലയെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരു, മനസ്സിലായി, അങ്ങനത്തെ ഒരു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അകത്ത് ആദ്യത്തെ സിവറേജ് സിസ്റ്റം, ഇന്ന് ഈ യൂറോപ്യൻ ഇത് വരുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, 2000 അതോ 4000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു സിവറേജ് സിസ്റ്റം. അപ്പം അതിനെപ്പറ്റി ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ദ്രവീഡ്യന്മാരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശേഷം
അത് കഴിഞ്ഞ് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു സേട്ടൻ പാർട്ട് വരെ വന്നിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. അതിനപ്പുറത്തോട്ട് പോകാൻ, ആ നദി കടന്ന് അപ്പുറത്ത് പോകാൻ, ആ സമയം റോമക്കാർ വന്നപ്പോഴത്തേക്ക് ആ നദി സംഭവം വറ്റിപ്പോയി, അവർക്ക് അപ്പുറത്ത് കുറച്ച് പോയി. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് ഈ സ്വർണത്തോടുള്ള ഈ എന്തോ അമിത ആവേശം അല്ലെങ്കിൽ ആർത്തി കാരണം അവരെ അപ്പുറം പോയി. അങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ അവർ സത്യം പറഞ്ഞാൽ കേരളം വരെ വന്നത് അവിടെ ഈ ലാപ്പിസ് ലസൂലി സ്വർണം തേടിയാണ് അവർ വന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാൻ അവരുടെ പേര് ഞാൻ മറന്നുപോയി, നൈറ്റ് ടെമ്പിളർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് പോയി ഇതെല്ലാം കണ്ടുപിടിക്കുക ഒക്കെ ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തു. അപ്പം അവിടെ അതിന് ശേഷമാണ് ഇവർ വന്നത്, അതിന് തൊട്ട് കുറേ ഒക്കെ മുമ്പായിട്ട് ഈ റോമാക്കാരുടെ ശേഷമാണ് ഇവർ വന്നത്, ഈ ആര്യവംശജർ വന്ന് ക്ഷത്രിയരും അങ്ങനെയൊക്കെ കുറേ കാസ്റ്റ് വന്നിട്ട് അവരെന്തെടുത്തു, ദ്രവീഡിയന്മാരെ താത്തി തമിഴ്നാട്, ആന്ധ്രാപകുതി, തമിഴ്നാട്, നമ്മുടെ കേരളം ആ ഭാഗത്തോട്ടാക്കി. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി എഴുതിയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. റിയലായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ വന്നിട്ടുണ്ട് ദ്രവീഡിയന്മാർ. കാരണം ലോകത്തിലെ ആദ്യത്തെ ലാംഗ്വേജ് എന്ന് പറയാൻ ഹീബ്രു പല രീതിയിലാണ്. ഇപ്പോഴത്തെ ഹീബ്രു അല്ല അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മുടെ ആദാമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് വേറെ, ആ ഡയലക്റ്റൊക്കെ ഒത്തിരി മാറി വന്ന് പക്ഷെ ആ ഭാഷയ്ക്ക് ഹീബ്രു എന്നാണ് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് പഠിക്കുമ്പോൾ അതിനും ഹീബ്രു എന്നാണ് പറയുന്നത്, ഇതിനും ഹീബ്രു എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ തമിഴിൽ നിന്നാണ് മലയാളവും ഇതൊക്കെ വന്നു, മനസ്സിലായി. അപ്പം അങ്ങനത്തെ ഒരു ഈ സംഭവമൊക്കെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ദ്രവീഡിയന്മാരുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ വന്നു. അപ്പം ഈ ദ്രവീഡിയന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻ ആൾക്കാരാണ്. ആ സമയം ആര്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് സ്കിൻ ആൾക്കാരാണ്. അപ്പം മോസ്റ്റ് ലൈക്ക്ലി ഈ ആഫ്രിക്കയിൽ നിന്ന് ഈ ഒരു കോണ്ടിനെൻ്റ് അവിടെ ചെന്ന് ചേർന്നതായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് ഞാനന്ന് എൻ്റെ നിഗമനം. ഇപ്പോൾ അത് ഏകദേശമൊക്കെ എന്നെപ്പോലെ കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ആൽഫ്രഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആൾ ജീവനോടോ അപ്പോൾ ആ ആളുടെ ബുക്ക് സയൻറ്റിസ്റ്റിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒത്തിരിയും കാര്യങ്ങൾ നമ്മളറിയാതെ പോയി ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയിരുന്നു. പക്ഷേ ആ ആൾ മരിച്ചു പോയതോടുകൂടി, ലാസ്റ്റ് കണ്ടുപിടുത്തത്തിൻ്റെ പുറകെ പോയി മരിച്ചു പോയതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റാതായിപ്പോയി. ആ ആളുടെ ബുക്ക് ഫുള്ള് എഴുതി വെച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. എനിവേ, പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമായ ശേഷം ആ ഇന്ത്യയുടെ ആ ഭാഗം നമ്മുടെ ആഫ്രിക്കൻ അവിടുന്ന് ഇങ്ങനെ പൊട്ടി മേലെ വന്ന് ഇതായിരിക്കുന്നത്. അതേപോലെ ഇന്ത്യ എന്ന് പറയുന്നത്, പണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് കാണുന്ന ദുബായും അതും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇതെല്ലാം പണ്ട് ഇന്ത്യയായിരുന്നു. ഇന്ത്യ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിൽക്കാലത്താണ് അതെല്ലാം മാറി പല പേരുകൾ വന്നിട്ടുണ്ട്. ഇത് ഇന്നല്ല, ഞാൻ 2011-12 സമയത്ത് ഏതോ കാര്യം സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഞാൻ ഈ കാര്യം കണ്ടുപിടിച്ചത്. ഈ കാര്യം കണ്ടുപിടിച്ചതല്ല, ഈ കാര്യം ഞാൻ വായിച്ചറിയാനിടയായത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ട് ഇതെല്ലാം ഇന്ത്യയായിരുന്നു. പക്ഷേ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയെന്ന് തന്നെയാണോ പറഞ്ഞത്, അതോ ഹിന്ദു ഇതായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പേരിലായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നാണ് ഇതായി മാറിയത്, മനസ്സിലായി. അപ്പോൾ 2 വംശജരുണ്ടായിരുന്നു. ദ്രവിഡിയന്മാരായിരുന്നു, പിന്നെ ആര്യന്മാർ വന്നു. ഇത് കഴിഞ്ഞു ചില ആൾക്കാർ പറയുന്നു നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ആൾ
ആര്യൻ വംശജരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അറിയത്തില്ല. എനിവേ ഇത് പറഞ്ഞതിൻ്റെ മെയിൻ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റൊക്കെ ഉണ്ടായി. അധികം താമസിക്കാതെ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഈ നോഹയുടെ കാലശേഷം ഒരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കൂടെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഇപ്പം ഇത്രയും നാളും ആയിട്ടില്ല, ആകാൻ പോകുന്നുണ്ട്. അപ്പം അത് മനസ്സിലായോ? അത് ഒരു പങ്കായ അല്ലെ പാൻജിയ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫസ്റ്റ് ലാംഗ്വേജിൽ അതിൻ്റെ ആദ്യമായിട്ട് വന്ന വേർഡ് പങ്കായ എന്നായിരുന്നു വന്നിരുന്നത്. അപ്പോൾ എനിവേ ഇതേ ഉള്ളൂ അതിൻ്റെ മെയിൻ. ഓക്കെ, അപ്പം നമുക്കിന്ന് വചനത്തിലോട്ട് കിടക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യം. ഇന്ന് ബിഗിനിങ് ഓഫ് ദ സിവിലൈസേഷൻ, കൈൻ്റെ സന്തതിയെപ്പറ്റിയും ഒക്കെ നോക്കാം. അപ്പം അത് വായിക്കാം. ഞാൻ ഹീബ്രുവിൽ ഈ പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞാലും റെഡി ആയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വായിക്കുമ്പോൾ അറിയാം എത്രത്തോളം ശരിയാവുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് അധികം പറയാനുള്ള കുറച്ച് 2-3 കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ, ഇനി പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസുതാവേ, അല്പസമയം ഞങ്ങൾ അപ്പച്ചൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്നതിനും ദൈവമേ അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകി തന്ന വചനമായി ഞങ്ങൾ പങ്കിടുവാനും ഷെയർ ചെയ്യാനും അത് പഠിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പഠിത്തങ്ങൾ വായനകളും എല്ലാം ദൈവമേ അപ്പച്ചൻ്റെ നാമമഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി മാത്രമേ തീരാവുള്ളൂ. ഞങ്ങളുടെ വേറെ ഒരു ഇതിനും ഇൻ്റലക്ച്വൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയോ വേറെ ഒന്നിൻ്റെ കാര്യത്തിലായി ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്ക് മാത്രമായി തീരുവാണെങ്കിൽ ദൈവമേ അതിന് പരിശുദ്ധമായ അടിയനോട് സംസാരിക്കണമേ, അടിയൻ്റെ നാവിനാൽ സംസാരിക്കണമേ. ആവശ്യമില്ലാത്ത ഒന്നും ഒരുപാടാക്കരുത്. കേൾക്കുന്ന ജനത്തിന് ഇമ്പവും മധുരമായി തീരുവാടാക്കണം. യേശു മനസ്സാക്കണം. ഈശോ തന്നെ ആമേൻ. ഓക്കെ, വായിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഓക്കെ, വൈവേ ദ ഖൈൻ എറ്റ് ഇഷ്ടോ വ ടഹാർ വറ്റലേത്ത് എറ്റ് ഹനോക് വയഹി ബൊനെ ഇർ വൈക്ര ഷേം ഹാ ഇർ ഖേം ഷേം ബെനോ ഹനോക്. കൈൻ ഒരു പട്ടണം പണിതു. ഇർ IR ഇർ വൈ ഐൻ ഇർ എന്ന് പറയുന്നതിന് പട്ടണം എന്ന് പറയുന്നത്. അതിന് ഷേം എന്ന് പറയുന്ന പേര്. ഇത് പിൽക്കാലത്ത് നോഹയുടെ ഒരു മോൻ്റെ പേരും ഷേം എന്ന് ആയത്. ഓക്കെ, പിന്നെ അതേപോലെ ദൈവത്തിന് ഉച്ചരിച്ചു കൂടാത്ത പേരിന് ഹഷേം എന്ന് പറയും ആൾക്കാർ. അഡോണ എന്ന് പറയും, അല്ലെങ്കിൽ ഹഷേം എന്ന് പറയും. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറിജിനൽ യഥാർത്ഥ പേര് ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളിയസ്റ്റ് പേര് അത് പറഞ്ഞ് ഇതായിരിക്കാൻ വേണ്ടി. ഓക്കെ, അതെ. വൈ വേ ലേ ഹനോക് ഇറാദ് വേ ഇറാദ് യലാദ് എറ്റ് മെഹു യായേൽ. ഓക്കെ, യലാദ് എറ്റ് മെഹു യായേൽ യലാദ് എറ്റ് മെതൂസല മെതൂസല യലാദ് എറ്റ് ലാമേക്ക്. ലാമേക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ യലാദും പിന്നെ കുറച്ച് കഴിയുമ്പോൾ യലേദ് എന്ന് പറഞ്ഞു ഉണ്ട്. അപ്പോൾ രണ്ടും ഒരു റൂട്ട് വേണമെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് അർത്ഥങ്ങളാണ് അതിന്. ഒന്ന് യലേദെന്ന് പറയുന്നത് ഒരു ചൈൽഡ്, മനസ്സിലാവും, ഒരു ചൈൽഡ് അല്ലെ ഒരു ബോയ്. യലാദെന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുക. പക്ഷെങ്കിൽ ഈ ചൈൽഡ് ബോയ് എന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് യലേദെന്ന് വായിക്കുമ്പം ഒരു യവന ചെറുപ്പക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 19ാമത്തെ വൈക്ര ലോ ലാമേക് ഷെറ്റേ ഷേം ഹാറ്റ് ആദാ വേ ഷേം ഹാ ഷെനീറ്റ് സില വറ്റലേറ്റ് ആദാ എറ്റ് യാവാൽ ഹു ഹായ അവി യോഷേവ് ഹോൽ യുമിഖെനെ. യാവാൽ എന്ന് പറഞ്ഞാൽ മകൻ ഉണ്ടായി. വേഷേം യാഹിവ് യുവാൽ ഹു ഹായി അവി ഖോൽ ടോഫീഷ്
Kinor ve Yugav. Vet Sila Gam Hi Yalad Yet Tuvel Kain. Lotesh Kol Choshev Nahoshet Yuvrasel. വയാഹോറ്റ് തുവേൽ കൈൻ നാമ എന്ന് പറഞ്ഞൊരു പെങ്ങളും വന്നു. വയോമേർ ലാമേക് ഇതാണ് പ്രധാനപ്പെട്ട. വയോമേർ ലാമേക് ലെനേഷേവ് ആദ വേ സില ഷേം എൻ ഖോലി നെഷേ ലാമേക് ഹ യാസനെ ഇമ്രാത്തി Kiish Haragati Leptise Ye Ve Yeled Le Haburati എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ എന്നെ എന്തോ ആദാസില്ലായ കേൾക്കുക, എൻ്റെ എന്തോ ഞാൻ ഇംഗ്ലീഷിൽ ലാമേക്കിൻ്റെ ഭാര്യമാരെ കേൾക്കുക, എന്നെ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇംഗ്ലീഷിൽ കൊന്നു എന്നാണ് പറയുന്നത്, ഇവിടെ കൊന്നു എന്ന് പറയുന്നില്ല. മനസ്സിലായോ? ഇവിടെ പറയുമ്പോൾ ഇത് കൊല്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത. പക്ഷേ ഇവിടെ യലേതെന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള അർത്ഥം, കൊച്ചു പയ്യൻ എന്നുള്ള അർത്ഥം, ഒരു യങ് ചെറുപ്പക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ. ഖി ഷിവ് അറ്റായിം യുഖാം ഖയീൻ ലെ ലാമേക് ഷിവ് ഇം വെ ശിവ. ഓക്കെ. വയേദ ആദാം യോദ് എറ്റ് ഇഷ്ടോ വൈറ്റേലെ ബെൻ വക്തിക്ര ഷെമോ ഷെഡ് കിഷാഡ് ലെ എലോഹിം സെറ അഹേർ തക്കാറ്റ് ആവേൽ കി ഹറാഗോ കൈ ഉഷേറ്റ് ഗാം ഹു യുലാദ് ബെൻ വൈക്ര ഷെമോ എനോഷ് ആസ് ഹുക്കാൽ ലിക്രോ ബെൻ ഷേം അഡോണായി. ആ സമയത്ത് ദൈവത്തെ വിളിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. നമുക്കിനിയും ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കാം. Cain knew his wife, and she conceived and bore Enosh, and then founded a city, and the name of the city after his son Enosh. ഇതുണ്ട്. കെയിൻ ആദ്യം പൈതങ്ങളുണ്ടായി, അതിനുശേഷം ഒരു രണ്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന പോലെ കെയിൻ ഒരു സിറ്റി പണിതു. ആ സമയം ഏറ്റവും അവസാനത്തെ വാക്യം വരുമ്പോൾ ശ്രദ്ധിച്ചോ, 26ാമത്തെ വാക്യം, സേത്ത് ഇൻ 10 എ സൺ വാസ് ബോൺ ആൻഡ് ഹീ നെയിംഡ് ഹിം ഈനോഷ്. ഒത്തിരി പേരുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈനോഷ് ആൻഡ് ഇറ്റ് വാസ് ദെൻ കോൾഡ് അഡോണായി. അഡോണായി ബിഗാൻ ടു ഇൻവോക്ക് ബൈ നെയിം. ദൈവത്തിൻ്റെ പേര് വിളിച്ച് മനസ്സിലായി. പിന്നെയും ആ ഹോമേജ് തുടങ്ങി, വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഇതാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരാൾ എന്തെടുത്ത് പിള്ളേരുണ്ടായപ്പം സിറ്റി പണിതു. ഇതാണ് എപ്പോഴും ബൈബിളിനകത്ത് ക്ലിയറായിട്ട് മനസ്സിലായി, 2 വഴി, 2 ജനറേഷൻ, 2 രീതി പോകുന്ന ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആൾക്കാർ ഇത് പറയുന്നത് എന്തോ ദൂതന്മാരുമായിട്ട് ഉണ്ടായ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന ദൂതന്മാരെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ 2 സെപ്പറേറ്റ് ഇത് ക്ലിയർലി വായിക്കുമ്പോൾ അത് ക്ലിയർലി നിങ്ങൾ കാണിച്ച് തരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ പിന്നെ അത് ദൂതന്മാരെന്ന്, സൺ ഓഫ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഉടനെ അത് ഏഞ്ചൽസാണ് പറഞ്ഞ് കാണിക്കുന്നത്? എനിക്കറിയത്തില്ല. ആണോ? അതേപോലെ അത് കഴിഞ്ഞ് ഓക്കെ.
And to Enosh was born Irad. Irad began Mehujael. And Mehujael begat Methuselah. Methuselah begat Lamech. And Lamech took him to himself 2 wives. The name of the one was Ada, and the name of the other was Zillah. രണ്ട് വൈഫ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ ബോർ ജാബാൽ, and he was the ancestors of those who dwell in tent and midst and amidst herds. And the name of his brother was Jubal, and he was the ancestors to all who plays the lyre and the pipe. For Zillah, she bore Tubal-Cain. She forged all implements of copper and iron. And the sister of Tubal-Cain was Naama. ആ പുള്ളിക്കാരത്തി ഒരു ഭയങ്കര ഒരു പുള്ളിക്കാരത്തിയായിരുന്നു. നമ്മുടെ നോഹാപ്പച്ചനെയൊക്കെ ഒത്തിരി കളിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. And Lamech said to his wife, Ada and Zillah, hear my voice, O wife of Lamech. Give ear to my speech. I have slain a person who wounded me, and a lad for bruising me. A lad എന്ന് ഇവിടെ വരുന്നത് മനസ്സിലായി. കൊച്ചു ചെറുപ്പക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. കൊച്ചൊന്നല്ല വരുന്നത്. And if Cain is avenged 7-fold, then Lamech 77-fold. And Adam knew his wife again, and she bore a son, and named him Seth, meaning God has provided me with another offspring in place of Abel, for Cain has killed him. And to Seth, in turn, a son was born. His name was Enosh, and it was then that Adonai began to be invoked by name. ഇതാണ് ഹീബ്രു ട്രാൻസ്ലേഷനുള്ള ഇംഗ്ലീഷ്. ഓക്കെ, പിന്നെ ഒത്തിരിയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനില്ല. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ലാമേക്കിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കെൻഡക്കിയിൽ ഒരു നോഹഡ് ആർക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, സംഭവമുണ്ട്. നിങ്ങളൊന്ന് പോയി കാണും. ഞാൻ ആദ്യമായിട്ട് ഇത് പോയി. എൻ്റെ ജോലി സ്ഥലത്തൊരു പെണ്ണ് ഒരു ഉടുപ്പ് പുറയിൽ ഇങ്ങനെ ഇട്ടപ്പം കണ്ടിട്ടൊരു എന്താ റോക്ക് ബാൻഡിൻ്റെ ടൈപ്പുള്ളൊരു പെണ്ണാണ്. പക്ഷേങ്കിൽ ആ ഉടുപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും വായിക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഈ ടൈപ്പ് ഇതുള്ളത്. പക്ഷെ ഒരു ദിവസം വായിച്ച നോഹ എന്ന് കണ്ടു അതിൻ്റെ ഞാൻ ആളി ചോദിച്ചു, ഇത് നോഹ എന്നാണല്ലോ, വേടിച്ച് ഗെത്തായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കെൻഡക്കിയിലൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു, നോഹയുടെ ആർക്കുണ്ടെന്ന്. അവിടെ പോയി കണ്ടായിരുന്നു. അപ്പോൾ എനിക്കപ്പം ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നി. അന്ന് ആദ്യമായിട്ട് ഈ സംഭവം അറിയുന്നത്. ഞാൻ പോയി ഇത് കണ്ടു. ആ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളവിടെ പോയി ഇത് കാണാനും ഒരു ഭയങ്കര വലിയൊരു ആർക്ക്, ഒരു പെട്ടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലുപ്പമാണെന്നറിയാൻ. അതിന് 3 തട്ടുണ്ട്. ഒന്നാമത്തെ തട്ടിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചു പോകും. മമ്മി അതിൻ്റെ അകത്ത് കയറിയില്ല, വെളിയിലിരിക്കുകയായിരുന്നു ഫുൾ ടൈം. ഷേബയൊക്കെ പിള്ളേരെ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് പോയപ്പോൾ അവർ ക്ഷീണിച്ച് അവർ പോയി ഫുഡും കഴിച്ച് വെള്ളം കുടിച്ച് അവരവിടെ വെളിയായിരുന്നു. ഞാൻ 3 തട്ടിലും പോയി ഫുൾ പിക്ചർ എടുത്തു. നിങ്ങളതൊന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ ചർച്ചിൽ അതിന് കുറേ പേര് പോയിട്ടുണ്ട്. നിങ്ങളത് പോയി കാണാം. അന്നേരം അറിയാം ഏതൊക്കെ രീതിയിലാണ് ആരാധന അവിടെ തുടങ്ങിയെന്നുള്ളതും കെയിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും തമ്മിലുള്ള വേർതിരിവ് എല്ലാം വ്യക്തമായി അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായി. അതിൻ്റെ അകത്ത് ഒരു സെർട്ടൻ സ്ഥലത്ത് ചെല്ലുമ്പം ഇതുണ്ട്, എങ്ങനെയാ പിന്നെ ആരാണ് നെഫിലിം എന്ന് പറയുന്ന ആൾക്കാർ ആരാന്നൊക്കെയുള്ളത് എല്ലാം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട്. ഇത് 2 ഉള്ളൂ. അപ്പുറത്തേക്ക് വേറെ ക്രിയേഷൻ മ്യൂസിയം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ആ സിൻസിനാറ്റിയുടെ ഇതിൻ്റെയും വെർജീനിയയുടെ അടുത്തായിട്ടൊന്നുണ്ട്. അത് വലിയതല്ല, അത് കുറച്ച് ഡൈനോസറിനെയൊക്കെ കച്ച് വലിയ രസമില്ല. പക്ഷേങ്കിൽ ഈ സ്ഥലം നല്ല സ്ഥലം, ഈ നോഹയുടെ അത് പോയി കാണേണ്ടത് തന്നെ. പക്ഷെ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ, ശരിക്കും നടക്കാനുണ്ട്. അപ്പം 3 തട്ടുണ്ട്. ഒന്നാമത്തെ തട്ടി പോയി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ടവരൊക്കെ തളർന്നു പോകും. അത് കഴിഞ്ഞ് 3 തട്ടും പോയി കാണുന്നു. അത് ഇറ്റ്സ് വർത്ത് ഗോയിങ് ദേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പറയുമ്പോൾ ഉണ്ട് ഈ നാമ എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്.
ഈ നാമ എന്ന് പറയുന്ന ആൾ നമ്മുടെ നോഹാപ്പച്ചനെ ഒത്തിരി കളിയാക്കിയിട്ടുള്ള ഒരു ഏത് വ്യക്തികളാണ്. ഓക്കെ, നമുക്കിനിയും കാര്യത്തിലായിട്ട് കടക്കാം. ഓക്കെ, കൈൻ ഇപ്പം നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, കൈൻ സിറ്റി ഉണ്ടാക്കി. ആ സമയം സേത്ത് എന്തോ പറ്റി, ദൈവത്തെ വിളിച്ചു തുടങ്ങി. മനസ്സിലായി? ദൈവത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു കൈൻ്റെ കൃഷിയുടെ ഡിഫറൻസും ആബേൽ കൊണ്ടുവന്നത് ഡിഫറൻസും നമ്മൾ പഠിക്കാനുണ്ടാക്കി. ആബേൽ ആട്ടിടയൻ, കാരണം ഏതൻ തോട്ടത്തിലുള്ള ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. കൈൻ എന്താണ്, മനുഷ്യന് ശാപം കിട്ടിയ ഭൂമിയിൽ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. മനസ്സിലായോ? അത് രണ്ടും തെറ്റല്ലായിരുന്നു. പക്ഷെങ്കിൽ മനോഭാവത്തിലാ തെറ്റെന്ന് നമ്മൾ കാണുവാനും, കൈന് പ്രസാദിച്ചില്ല, സങ്കടം വന്നു, ദേഷ്യം വന്നു, കൈന് വാണിംഗ് കൊടുത്തു, എല്ലാം നമ്മൾ പഠിച്ചു. കൈന് അത് ഓവർകം ചെയ്യാതെ സ്വന്തം സഹോദരനെ കൊന്നു. അത് കഴിഞ്ഞ് ഇപ്പം കൈൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. പിന്നെ കൈൻ്റെ ഇതിനെപ്പറ്റി പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം, യൂദയുടെ ലേഖനം പറയുന്നുണ്ട് ആദാം മുതൽ 7-ാം തലമുറയായ ലാമേക്കിനെ പറ്റിയും ആദാം മുതൽ മറ്റേ 7-ാം തലമുറയായ ഹാനോക്കിനെ പറ്റിയും പറയുന്നുണ്ട്. മനസ്സിലായി? ഹാനോക്കിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം രണ്ട് ലൈൻ പോകും. ഒന്ന് മനുഷ്യൻ്റെ മക്കളും, ഒന്ന് ദൈവത്തെ വിളിച്ചറിഞ്ഞുള്ള മക്കളും, ഒന്ന് മറ്റേ രീതിയിൽ പോകുന്ന രണ്ട് മക്കൾ 7 തലമുറ വന്നപ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഒന്ന് ദൈവത്തിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഹാനോക്കിനെ കാണാതായിപ്പോയി. ആ സമയം അപ്പുറത്തെ കൈൻ്റെ സന്തതികൾ വഷളായി ഇതായിപ്പോൾ ആ ഇതിലെ ഒന്നാണ് നാമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ. അപ്പം ഇവിടെ പക്ഷെങ്കിൽ ദൈവം കൈൻ ആബേലിനെ കൊന്നപ്പം ദൈവത്തിൻ്റെ ഇതെന്തോ പറഞ്ഞ് കൈൻ പറഞ്ഞ് എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലും, മനസ്സിലായി എന്ന് പറഞ്ഞപ്പം ദൈവം പറഞ്ഞു ഞാൻ നിനക്കൊരു പ്രൊട്ടക്ഷൻ തരാം 7 തലമുറ വരെ. മനസ്സിലായി? 7th fold 7 തലമുറ വരെ. അപ്പം കൈൻ മുതൽ അങ്ങോട്ട് 7 തലമുറ നോക്കി കഴിഞ്ഞാൽ ലാമേക്കിൻ്റെ മക്കളാണ് വരുന്നത്. മനസ്സിലായി? ആദാം മുതൽ 7 തലമുറ എന്ന് കഴിഞ്ഞാൽ ലാമേക്ക് വരും. കൈൻ മുതൽ 7 തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമേക്കിൻ്റെ മക്കൾ നമുക്ക് നോക്കാം. കൈനൊന്ന്, ഈനോക്ക് 1, ഐറാദ് 1, മെഹൂജായേൽ 1, മെതുസല 1, പിന്നെ ലാമേക്കിൻ്റെ മക്കൾ 7ാമത്തെ തലമുറ. അപ്പം മനസ്സിലായോ? അങ്ങനെ ഒന്നാണ്. അപ്പം ലാമേക്കിനൊരു പേടി, മനസ്സിലായി? ഈ 7ാം തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകുമോ? അത് കഴിയുമ്പം ഈ ബ്ലഡ് അവഞ്ചർ, മനസ്സിലായി? ആബേലിന് മക്കൾ ഉള്ളതായിട്ട് പറയുന്നില്ല. പക്ഷേങ്കിൽ ഈ പേടിയെല്ലാം വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങൾ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ വായിച്ചപ്പം ആബേലിന് മക്കളുള്ളതുപോലെ നിൻ്റെ രക്തം നിലവിളിക്കുന്നു എന്നൊക്കെ പറയുമ്പം ആബേലിൻ്റെ മക്കൾ സന്തതിയെപ്പറ്റി ഉള്ളതുപോലെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പം ലാമേക്ക് പേടിക്കുന്നതും അതുതന്നെ. മനസ്സിലായോ? ആബേലിൻ്റെ അതോ ഇനി കസിന്മാരാരേലും ആയിരിക്കുമോ? ആണ് ഒരപ്പന് ഇത്രയും മക്കളുള്ളപ്പോൾ ആർക്ക് വേണേലും പ്രതികാരം ചെയ്യാം. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണോ ലാമേക്കിന് പേടി? ഇത് നമ്മൾ ഹീബ്രുവിൽ വായിച്ചിങ്ങോട്ട് വരുമ്പം അത് ഏകദേശമൊക്കെ ഒരു നമുക്ക് ആ ഇത് കിട്ടും. പിന്നെ ഹീബ്രുവിലെ ആൾക്കാർ അവരൊക്കെ അവിടുത്തെ വലിയ ആൾക്കാരായിട്ടുള്ള ഒക്കെ അത് പറയുന്നുണ്ട്. അതിൻ്റെ എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർ നോക്കുന്ന ചില കമൻട്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന റാഷി, ഇബൻ എസ്ര എന്ന് പറഞ്ഞത്, പിന്നെ റാംബാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാരൊക്കെയാണ് കമൻട്രിയേറ്റേഴ്സാണ്. അപ്പോൾ അവരൊക്കെ ഈ സെയിം രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. അപ്പം അതാണ് ലാമേക്കിൻ്റെ പേടി. മനസ്സിലായോ? 7ാമത്തെ തലമുറ കഴിയുമ്പോൾ കെയിൻ്റെ പ്രൊട്ടക്ഷൻ മാറുക.
അപ്പോൾ എൻ്റെ സന്തതിയെ ഇനിയും ആബേലിനോടുള്ള പകരം വീട്ടുവോ എന്നൊക്കെയുള്ള ഒരു പേടി. മനസ്സിലായോ? അതൊന്ന് വരുന്നുണ്ട്. അതേപോലെ ലാമയ്ക്ക് 2 ഭാര്യമാരെ എടുത്തു എന്ന് പറയുന്നു. ആദ എന്ന് പറഞ്ഞൊരു പെണ്ണ് എന്നെ ആദ്യം കല്യാണം കഴിച്ചു. അതിൽ നിന്ന് മക്കളുണ്ടായി. ആദ ഇട്ടിട്ട് പോയതാണോ അതോ മരിച്ചു പോയതാണോ എന്നറിയത്തില്ല. മനസ്സിലായി. പിന്നെ സില എന്ന് പറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിച്ചു. മരിച്ചു പോയിട്ട് ആരും പറയുന്നില്ല, ഒരു വൃത്തവും പറയുന്നില്ല. പക്ഷേങ്കിൽ 2 ഭാര്യമാരെ എടുത്തു എന്ന് പറയുന്നത് ആദ എന്ന് പറഞ്ഞ് എനിക്കൊന്നു ഇപ്പോൾ ഇവിടെ ആദ ആൻഡ് സില്ല ഹിയർ മൈ വോയിസ് എന്നാണ് പറയുന്നത്. മനസ്സിലായി. അപ്പം ആദ ഉണ്ട്. ഒന്നെങ്കിൽ ആദ എന്ന് പറഞ്ഞ ആ ഈ ആളെ ലാമേക്കിനെ കല്യാണം കഴിച്ച് ഇട്ടിട്ട് പോയി. ചിലപ്പം ലാമേക്കിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്ന് ഇട്ടിട്ട് പോയതായിരിക്കും. സില എന്ന് പറഞ്ഞ ആൾ പിന്നെ കല്യാണം കഴിച്ചു. ആൾക്കാർ പറയുന്നത് ആദാ എന്ന് പറഞ്ഞൊരു പാവം നല്ല ഇതായിരിക്കും. മനസ്സിലായി. ഒരു നല്ലൊരു വൈഫായിരിക്കും. അല്ല, ഇച്ചിരി ഭയങ്കരിയായിരിക്കും എന്ന് പറയുന്നത്. ഭയങ്കരിയായിരിക്കും. മറ്റേ സില എന്ന് പറയുന്നത് പാവമായിരിക്കും. പക്ഷെ സില്ലായിൽ നിന്നുണ്ടായ മോളാണ് നാമ ഒരു ഇച്ചിരി ഭയങ്കരി പെണ്ണാണ്. ആ പെണ്ണ് കളിയാക്കുകയും ഒക്കെ നോഹാപ്പച്ചനെ കളിയാക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കെയിൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഐ ഹാവ് സ്ലെയിൻഡ് എ പേഴ്സൺ ഫോർ വോണ്ടിങ് മീ. മനസ്സിലായി. ആൻഡ് അപ്പം കെയിനോട് 7 പ്രാവശ്യം ചെയ്തിട്ടുള്ളെങ്കിൽ എനിക്ക് 77 ടൈംസ് 77 പ്രാവശ്യം ഇത് തരണം എന്ന് കിട്ടുമെന്ന് പുള്ളിക്കാരൻ അങ്ങ് പറയും. ഇത് ഈ കെയിന് 7th ഫോൾഡ് പ്രൊട്ടക്ഷൻ കൊടുത്ത ദൈവമല്ലേ. പക്ഷേ ഈ ലാമേക്കിന് പേടി. മനസ്സിലായി. ഇതുമൊക്കെ വന്നിട്ട് ലാമേക്ക് പറയുക, എനിക്ക് 77 പ്രാവശ്യം 77 ഫോൾഡ് ജനറേഷൻ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. മനസ്സിലായി. കൊല്ലുമോ എന്നുള്ള പേടി. മനസ്സിലായി. എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ലാമേക്ക് തന്നെ അങ്ങ് പറയുക. മനസ്സിലായി. ദൈവം ഇവിടെ ഇൻവോൾവ് ആയിട്ട് ഒന്നുമില്ല. ദൈവം പറഞ്ഞായിട്ടോ ഒന്നും ആയിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ്റെ ഇൻസെക്യൂരിറ്റിയും പേടിയും കാരണം പുള്ളിക്കാരൻ പറയാം, ഞാൻ ഒരാളെ കൊല്ലും. മനസ്സിലായി. കാരണം എൻ്റെ മക്കളെ കൊല്ലാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കൊല്ലും. അപ്പം ദൈവം എനിക്ക് 77 പ്രാവശ്യം 77 ജനറേഷൻ വരെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഹീബ്രുവിൽ വായിക്കുമ്പോൾ മനസ്സിലായി. അർത്ഥങ്ങളെല്ലാം വായിച്ചു ആ സെയിം രീതിയിലാണ് ഈ ഹീബ്രു കമൻട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റാംബാൻ എന്നൊക്കെ അവരെ ഏറ്റവും വലിയ ദൈവത്തെപ്പോലും മോശയെപ്പോലും കാണുന്ന വ്യക്തികളൊക്കെയാണ് റാഷി, ബെൻ ഇസ്ര എന്ന് പറയുന്നത്, റാംബാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവർ പറയുന്നതും ഈ സെയിം രീതിയിലാണ്. മനസ്സിലായി. അപ്പം എനിക്കും അത് വായിച്ചപ്പോൾ എനിക്കും ആ സെയിം രീതി ആദ്യം വായിച്ചപ്പോൾ എനിക്കത് ആ ഹീബ്രു വായിച്ചപ്പോൾ എനിക്കിത് തോന്നി. ഞാൻ പിന്നെ വെയിറ്റ് എ മിനിറ്റ്, സംതിങ് റോങ് ഇവിടെ ഉണ്ട്. കമൻട്രി ഏറ്റെടുത്ത് നോക്കണം. ശരി, അവർ സെയിം തിങ് പറയുന്നത്. മനസ്സിലായി. അപ്പം ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സിലായി കെയിൻ ചെയ്തതിൻ്റെ അതിനെന്താ പറയുന്നത്, ഒരു മാനസാന്തരം മക്കളെല്ലാം ഒന്നും കാണുന്നില്ല. അവർ പിന്നെയും ഒരാളെ കൂടെ കൊല്ലുക, എന്നിട്ട് ഇത് ചെയ്യുക. അതിന് ഒരു ഭാര്യയെ എടുത്തു, ആ സംതിങ് റോങ് അടുത്ത ഓർമ്മത്തിനെ കൂടെ എടുത്തു. മനസ്സിലായി. അപ്പം എടുത്തു. അപ്പം ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നു ഞാൻ മനസ്സിലായി, ഞാൻ കൊല്ലും, ദൈവം എനിക്ക് 77 പ്രൊട്ടക്ഷൻ. പുള്ളിക്കാരൻ തന്നെ ഒരു സെൽഫായിട്ട് ഇതങ്ങ് ചെയ്യുക. മനസ്സിലായി. ഇത് പറയാം. പക്ഷേങ്കിൽ അന്ന് അടുത്ത ഇത് വരുമ്പോൾ എന്താ പറയുന്നത്, ആദാം പിന്നെയും ദൈവത്തെ പരിഗ്രഹിച്ചു. ഇതൊരു യൂഫെമിസമാണ് കേട്ടോ. എപ്പോഴും ഓർത്തോണേ. പല ആൾക്കാരും കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ബൈബിൾ എന്താ ആരും സെക്സ് എന്ന് പറഞ്ഞാൽ വാക്ക് യൂസ് ചെയ്യാത്ത, എപ്പോഴും
ന്യൂ ഹിസ് വൈഫ്. ഇതിനെപ്പറ്റി പണ്ടൊരു കഥയുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ചെറുക്കൻ അത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത കാര്യം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് കോൾഡ് യൂഫിമിസം, ലിറ്ററേച്ചർ. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വൾഗറൊന്നും പറയത്തില്ലായിരുന്നു, മനസ്സിലായത്. ദേ യൂസ് ഒരു എന്തോ മാന്യതയുള്ള ഭാഷയാണ് സംസാരിച്ചത്. ഇന്നത്തെ കാലത്തെ പോലെ ഇങ്ങനെ തുറന്നു പറയുന്നത് അതൊക്കെ അന്നത്തെ കാലത്ത് ദാറ്റ്സ് എ ഷെയിം. ഒരു ലിറ്ററേച്ചർ യൂഫിമിസം, ദേ യൂസ് യൂഫിമിസം. ഒത്തിരിയും യൂഫിമിസം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അബ്രഹാം എലിയാസിനോട് സത്യം ചെയ്യിക്കുന്നത് അതും ഒരു യൂഫമിസം. അതേപോലത്തെ എന്തോ അബ്രഹാം മൽക്കിസദേക്കിന് ടൈത്ത് കൊടുത്തപ്പം കടിപ്രദേശത്ത് ഇതുണ്ട്. ദാറ്റ്സ് എ യൂഫമിസം, മനസ്സിലായി. അപ്പം അവൻ ഒത്തിരി യൂഫമിസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആദാം ഭാര്യയെ അറിഞ്ഞു, പിന്നെ ഒരു മോനുണ്ടായി സേത്ത് ദൈവത്തിനെ വിളിച്ചു, ദൈവത്തെ അറിഞ്ഞു, മനസ്സിലായി. ദൈവത്തിൻ്റെ ഇതറിഞ്ഞു, മനസ്സിലായി. ആബേലിന് പകരം ഒരു മോനുണ്ടായി. അപ്പം ആ സേത്ത് എന്തോ ഇട്ടു, ദൈവത്തെ അറിഞ്ഞു തുടങ്ങി. കൈനോ ഒരു ഇതുമില്ല, ഇത്രയും നേരിട്ട് കൈനോ മക്കൾക്കോ ഒന്നും ഒരു മാനസാന്തരം, ഒരു കുറ്റബോധം. അത് തന്നെ കുറ്റബോധം ഇതുവരെയായിട്ടും ആർക്കും ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിലും ദൈവത്തിലോട്ട് വരാനില്ല, മനസ്സിലായി. ഞാൻ പിന്നെ ഒരാളെ കൊല്ലും, എൻ്റെ മക്കളെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കൊല്ലും, മനസ്സിലായി. അപ്പം ദൈവം എനിക്ക് 77 ഫോൾഡ് തരുമെന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ പോകുന്നത്. പക്ഷേ ഇപ്പുറത്തോ സേത്തെന്ന് പറഞ്ഞ ഒരാൾ പാവം ആദ്യമായിട്ട് ദൈവത്തെ വിളിച്ചു, പിന്നെയും ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു തുടങ്ങി, ആരാധന വന്നു തുടങ്ങി, മനസ്സിലായി. അത് കഴിഞ്ഞ് ഇത് പോയി. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. വലുതായിട്ട് പറയാനില്ല, മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. 2 ജനറേഷൻ, 2 വഴി തുറക്കുക ഇവിടെ. ഒന്ന് കൈൻ്റെ മക്കളും, ഒന്ന് സേത്തിൻ്റെ മക്കളും. സേത്തിൻ്റെ മക്കൾ ദൈവത്തെ വിളിച്ചു തുടങ്ങി. ആ സേത്തിൻ്റെ ആദാം മുതലുള്ള സേത്തിൻ്റെ ലൈൻ 7ാം തലമുറയിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പക്ഷെ ഹാനോക്കിന് ഒത്തിരി ഈ നാമെന്ന് പറഞ്ഞൊക്കെയുള്ള അവരെപ്പോഴൊക്കെ ഉള്ളവരൊക്കെ കളിയാക്കും, ഒത്തിരി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനം വരുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത്, മനസ്സിലായി. 7ാം തലമുറ 2 ലൈനിൽ കൂടെ 7ാം തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടായി, മനസ്സിലായി. അത് പറയേണ്ടി വന്നത്. അതേപോലെ തന്നെ ലാമേക്കിൻ്റെ കൈൻ്റെ 7ാം തലമുറ വരുമ്പോൾ ലാമേക്കിൻ്റെ മക്കളാണ്. അപ്പോൾ ലാമേക്കിന് പേടിയായി, അയ്യോ ആബേലിനെ കൊന്നതിന് പ്രതികാരം എൻ്റെ മക്കളോട് ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കൊല്ലും, കെയിൻ കൊന്ന പോലെ തന്നെ, എൻ്റെ അപ്പൻ കൊന്ന പോലെ തന്നെ ഞാൻ ഒരാളെ കൊല്ലും. അപ്പൻ 7 തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 77 മനസ്സിലായി ജനറേഷനുള്ള പ്രൊട്ടക്ഷൻ ദൈവം തരും എന്നൊക്കെ ഉള്ള രീതി. അത് കഴിഞ്ഞ് ആദാസില്ല എന്ന് പറയുന്നത് പിന്നെ വരുന്നത് 2 ആദാസില്ല എന്ന് പറയുന്നത്, ആദാന്ന് പറഞ്ഞ ആൾ ഇച്ചിരി ഭയങ്കരിയായിരുന്നു എന്ന് വായിച്ചത്. അതെനിക്കറിയത്തില്ല, അത് ഞാൻ ഈ കമൻട്രേറ്റേഴ്സ് വായിച്ച അറിയുള്ളൂ. ആദാന്ന് പറയുന്നത് ഇച്ചിരി ഭയങ്കരിയായിരുന്നു, ആളെ കളഞ്ഞു. വേറെ എടുത്ത 2ാമത്തെ ഭാര്യയാണ് സില്ല എന്ന് പറഞ്ഞത്. സില്ല എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചു. സില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, കൊച്ചുങ്ങളുണ്ടായി. ഒരു പാവം ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഉണ്ടായ മോളൊരു ഭയങ്കരിയായിരുന്നു, നാമ എന്ന് പറഞ്ഞത്. അതേപോലെ നമുക്ക് ഒരു കാര്യം കൂടെ, ഇത് ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ കമൻട്രി ഈ നെറ്റ് ബൈബിൾ വായിച്ച് നോക്കുന്നുണ്ട്, അതിൻ്റെ അകത്തൊന്നും വലിയതായിട്ടൊന്നും പറയുന്നില്ല. അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജാബാല് ജനിച്ചു. ജാബാല് എന്തോ എടുത്തു, $10 എന്ന് പറഞ്ഞാൽ നൊമാഡിക് പീപ്പിൾ, മനസ്സിലായി. ആടിനെ ഇതിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ ദേശം മാറ്റി ചുറ്റി നടക്കുന്ന ഇതാണ്. അതൊരു അത് പറഞ്ഞു വരുമ്പം ഒരു ടൈഗറിൻ്റെ ടൈഗറും ഇതേപോലെ സെമി നൊമാഡിക് ഇങ്ങനെ പോകുന്ന സാധനം, മനസ്സിലായി. അപ്പം ഇവിടെ $12 ആയിട്ട് ഇവരിങ്ങനെ സെമി നൊമാഡിക്. അത് ഇനി വർഷങ്ങൾക്ക് ശേഷം പേലേഗ് അപ്പൻ്റെ ദേശമായ സ്ഥലത്തു നിന്ന്
പോയി വേറെ ദേശത്ത് താമസിക്കും. അങ്ങനെ വന്ന് അബ്രാമും തേരഹിൻ്റെയൊക്കെ പിതാവ് തൊട്ട് ഒരു അമോറൈറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോയി താമസിക്കും. അവിടുന്ന് അവരിങ്ങനെ സെമി നൊമാഡിക്കായി പോയി താമസിക്കുന്ന കൽദേരയുടെ പട്ടണമായ ദേശത്ത് താമസിക്കുമ്പോഴാണ് ദൈവം അബ്രാമിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്. മനസ്സിലായി? അബ്രാമിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് അതിനൊരു വാക്യവും നമ്മൾ പറയുന്നുണ്ട്. ആ വാക്യം എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് പറയുന്നുണ്ട്, നിൻ്റെ അപ്പൻ അമോര്യരായ നിൻ്റെ അപ്പനും വേറെ ഒരു ഹിത്യരായ നിൻ്റെ അമ്മയും എന്ന് പറഞ്ഞ ഒരു വാക്യം പിൽക്കാലത്ത് നമ്മുടെ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് പറയാം. ഓക്കെ, അപ്പം അത് അബ്രാമിൻ്റെ സമയത്ത് പറയാം. അതിന് ഹിപ്പുറു എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വേറെ ഇത്. എനിവേ 12 years ഇവരിങ്ങനെ നടക്കുന്നു. ഒരു മകൻ. പിന്നെ അടുത്ത വന്ന് ജാബേലിൻ്റെ ബ്രദറായിരിക്കുന്നത് ജൂബാൽ. അത് യാവേൽ യൂവാൽ എന്നാണ് വരുന്നത്. അപ്പം അവരുടെ ആൻസസ്റ്റർ എന്ന് പറഞ്ഞാൽ പാട്ട് കച്ചേരി തുടങ്ങിയത്. ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരിയും പറയുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. പാട്ട് കച്ചേരി തുടങ്ങി. അടുത്ത സില്ലായി എന്നുള്ള മക്കൾ വരുമ്പോൾ തൂബൽക്കായി എന്ന് വരും. ആൾ ഫോർജറി, ആദ്യത്തെ വെപ്പൺ യൂസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? പിന്നെ ഒരു മോൾ തുബൽക്കായിൻ്റെ സിസ്റ്ററായ നാമ വന്നു. ആ പുള്ളിക്കാരിയെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അണ്ടിൽ ഞാൻ ഈ നോഹയുടെ ആർക്കിൽ പോയി കണ്ടു കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഒരു സംശയം വന്നു. ഞാനിപ്പം ഇതിനെപ്പറ്റി കുറച്ചൊരു ഇതൊക്കെ കമൻട്രിയും മറ്റേ റിസർച്ചൊക്കെ നടത്തിയപ്പം മനസ്സിലായ ഒറ്റ സ്ഥലത്തും ഈ പുള്ളിക്കാരത്തി നല്ലതെന്ന് പറയുന്നില്ല. പുള്ളിക്കാരത്തി ഭയങ്കരയാണെന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി ഒത്തിരി ഡെവിലിഷ് ആക്ടിവിറ്റീസ് ഇതൊക്കെയുള്ള ടൈപ്പ് പെണ്ണാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ലാമേക്കിൻ്റെ അത് നമ്മൾ വായിച്ചു കെയിൻ 70 ദൈവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബേസിക്കലി 2 ജനറേഷൻ അവിടെ കാണിക്കുന്നു. പിന്നെ അപ്പം ലാമേക്കിൻ്റെ സെൻസിറ്റീവ്നെസ് കാണിക്കുന്നു. പിന്നെ ആദയും സില്ലയുമായിട്ടുള്ള 2 ആൾക്കാരെ 2 വൈഫിൻ്റെ കാണിക്കുന്നു. അവരിൽ നിന്നുണ്ടായ മക്കളെ. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ കൊല്ലാതിരിക്കാൻ വേണ്ടി, മനസ്സിലായി, കെയിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ മക്കളോടുകൂടി കഴിയുക. അവരെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറുപ്പക്കാരനെ കൊന്നാൽ എനിക്ക് 77 times പ്രൊട്ടക്ഷൻ ദൈവം തരും. മനസ്സിലായി? എൻ്റെ പിള്ളേരെ എല്ലാവരെയും കൊന്ന് എൻ്റെ വംശം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, മനസ്സിലായി, 77 ഇത് ചെയ്യുന്നു. എന്നിട്ട് ഈ ലാമേക്കിൻ്റെ സന്തതികൾ ആരെ കളിയാക്കുന്നു? ഹാനോക്കിനെ കളിയാക്കുന്നു. മനസ്സിലായി? ഹാനോക്കിനെ കളിയാക്കുന്നു. ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധുശീലനും ദൈവത്തോടുകൂടി നടക്കുന്നവനും ആയിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളും കുറേ ഇതേപോലത്തെ പാഷന്മാരെ കളിയാക്കുന്നത്. മനസ്സിലായി? നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് പോകുന്നുണ്ടേ അവരെ കളിയാക്കും. നിങ്ങളിങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ്. മനസ്സിലായി? ഇപ്പം ഞാൻ ആദ്യമായിട്ട് സുവിശേഷത്തിൽ ഇറങ്ങിയപ്പോഴും എന്നോട് ആൾക്കാർ പറയുന്നുണ്ട്, പലരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും, തെണ്ടേണ്ടി വരും, അങ്ങനെ ഒരു വില കിട്ടത്തില്ല, മാന്യത കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തില്ല, ഇങ്ങനെ കിട്ടത്തില്ല. ഒത്തിരി എന്നെ ആൾക്കാരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി, കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ആദ്യമൊക്കെ സമയത്ത് കേൾക്കുമ്പം ഇവരെന്ത് ഇങ്ങനെ പറയുന്നത്? ഇവരൊക്കെ ദൈവമക്കളല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? തെണ്ടേണ്ടി വരുമെന്നു, കൈ നീട്ടേണ്ടി വരുമെന്ന് എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തിനാ എന്നൊക്കെ എനിക്ക് സങ്കടം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവരുടെ കഴിവ് കൊണ്ടൊന്നുമല്ലല്ലോ മറ്റു ആൾക്കാർ ഇങ്ങനെ ആയത്. ദൈവം അവർക്ക് ആ കൃപ കൊടുത്ത്, മനസ്സിലായി, അവരെ അത്രയും നിലയിലാക്കിക്കുക. എന്തിനാ? ഇസ്രായേൽ മക്കളെയും നോക്കിക്കേ, ലേവി ഗ്രഹമുണ്ട്, മറ്റേ ഗ്രഹമുണ്ട്. മറ്റേ ഗ്രഹങ്ങളെല്ലാവർക്കും ലേവി ഗ്രഹം ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ദൈവത്തിന് വേണ്ടി. മനസ്സിലായി? മറ്റുള്ളവർ അവരുടെ ഇത് കൊണ്ടുവരും. മനസ്സിലായി? ദൈവം പർപ്പസ്ഫുള്ളി സിക്നെസ് വരുത്തുന്ന എന്തിനാണ്? അവരെ യാഗമായിട്ട് കൊണ്ടിരുന്ന ലേവി ഗ്രഹത്തിനെ ഫീഡ് ചെയ്യുക. മനസ്സിലായി? അപ്പം അങ്ങനത്തെ ഒരു ജനറേഷൻ
കൊണ്ടുവന്നത്. അപ്പം ഈ ഈ ജനറേഷൻ മുഴുവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കളിയാക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പിൽക്കാലത്തും ഇതുണ്ട്. എന്താ, പിൽക്കാലത്തും കളിയാക്ക് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ദൈവമക്കളെ, ദൈവത്തെ സേവിക്കണം. ഈ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന, ദൈവത്തോടു കൂടി നടക്കുന്ന, ഞാൻ ഫുൾ ടൈം ദൈവത്തോടുകൂടി, ഫാമിലി ആയിട്ടൊക്കെ ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു ഒരു വ്യക്തി. അപ്പോൾ അപ്പുറത്ത് നിന്ന് മറ്റേ ആൾക്കാർ, ഞങ്ങൾ കത്തി ഉണ്ടാക്കും, ഞങ്ങൾ ഷെപ്പേർഡ്, വി മേക്ക് മണി, വി മേക്ക് ദിസ്. നാമെന്ന് പറഞ്ഞാലുള്ള പുള്ളിക്കാരത്തി ഹാനോക്കിനെ നോഹ എല്ലാവരും കളിയാക്കി. മനസ്സിലായി? അവർ കളിയാക്കുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ട് നടക്കും, 120 കൊല്ലം പ്രീച്ച് ചെയ്യേണ്ട, ഒരു പൂഞ്ഞനാനെ പോലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ മക്കളെപ്പോലും നിങ്ങൾ സേവ് ചെയ്യും. അവസാനം നോഹയുടെ മക്കളും മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക. മനസ്സിലായി? അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ട്. നമ്മുടെ മധ്യത്തിലും നമ്മൾ വീണ്ടെടുക്ക രക്ഷിക്കപ്പെട്ട മക്കളാണെങ്കിൽ പോലും നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ സഭകളിലും നമ്മുടെ ചർച്ചകളിലും ഈ കളിയാക്കുക ഇന്നും ഉണ്ട്. ഒരു ആൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുള്ളി ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യാതെ നടക്കുക, അങ്ങനെ ഇങ്ങനെ. മനസ്സിലാവും? വല്ലവൻ്റെയും മുമ്പിൽ കൈ നീട്ടാൻ വേണ്ടി തെണ്ടി ഇങ്ങനെ നടക്കുക എന്നൊക്കെ ഒരു പറച്ചിൽ. മനസ്സിലായി? എന്നാൽ തൊട്ടപ്പുറത്ത് അവർക്ക് കൃപയാലാണ് അവർ ജീവിക്കുന്നുള്ള അവർ മറന്നുപോകും. മനസ്സിലായി? കൃപയാലാണ് ദൈവം ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം അവർ മറന്നു പോയിട്ട് അവരിപ്പുറത്തെ ആൾക്കാരെ കളിയാക്കും. പക്ഷേ രണ്ടും ദൈവമക്കളാണ്. ഇവിടെ രണ്ട് ഡിഫറൻ്റാണ്. ഒന്ന് ദൈവമക്കളും ഒന്ന് മനുഷ്യൻ്റെ മക്കളും. മനസ്സിലായി? മനുഷ്യൻ്റെ മക്കളായിട്ട് തിരിയുക. അത് നോഹയുടെ കാലശേഷവും ഈ സെയിം തിങ് വരുന്നുണ്ട്. ഓക്കെ, എനിവേ, ഇപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 1, 2 ലൈൻ, യൂദയുടെ ലയനത്തിൽ പറയുന്നത് ആദാം മുതലുള്ള ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും. ഓക്കെ, പിന്നെ കൈൻ മുതൽ 7ാം ജനറേഷൻ കൊല്ലുമെന്നുള്ള പേരുകൊണ്ട് ഞാൻ ഒരാളെ കൊല്ലും. മനസ്സിലായി എന്ന് പറയുന്നത് സെൻസിറ്റീവ്നെസ്, പുള്ളിക്കാരൻ്റെ ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 7 ആൾക്കാരെ കൊല്ലും. അതിന് 2 ഭാര്യമാരെ എടുത്തു. ഒന്നത് മറ്റേ ഭാര്യ ഇങ്ങനെയായി തീർന്നു. അവരിൽ മക്കളുണ്ടായി. ഏറ്റവും അവസാനം സേത്ത് എന്ന് പറയുന്നത് അവരെ പോലൊന്നുമല്ല. മനസ്സിലായി? ആബേലെ പോലെ തന്നെ ദൈവത്തെ വിളിച്ച് തുടങ്ങി. ദൈവത്തിൻ്റെ അടുത്ത ജനറേഷൻ തുടങ്ങും. ഇനി അങ്ങോട്ട് വരുമ്പോൾ ബാക്കി ഹാനോക്കിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്കിന്ന് ഇവിടെ കൊണ്ട് വരുത്താം. ഞങ്ങളുടെ സ്വതശ്രോതാവെ, ഇന്നത്തെ ഈ സമയത്ത് അല്പസമയം അബ്സൻസിൽ കടന്നു വന്ന് ഞങ്ങൾ സ്തുതിയും സ്തോത്രം കയറ്റിയിരുന്നു. ഞങ്ങൾക്ക് ദൈവമേ 2 ജനറേഷനെ പറ്റി പഠിക്കേണ്ട ആക്കിയല്ലോ. ദൈവമേ, ഇതുവരെയായിട്ട് കെയിൻ്റെ മക്കൾക്ക് ഒരു മനസാന്തരവും ഒന്നും ഉണ്ടായിട്ടില്ലാത്ത പഠിച്ചു. എന്നാൽ അപ്പുറത്തെ സ്ഥലത്ത് ദൈവത്തെ വിളിച്ച് തുടങ്ങുവാനിടയാക്കി. ദൈവമേ, ഞങ്ങൾ ദൈവത്തെ വിളിച്ച് കിട്ടിയ നന്മകളല്ലാതെ ഒന്നുമില്ല. ദൈവമേ, ഞങ്ങളുടെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഞങ്ങൾ അപ്പച്ചനെ അറിഞ്ഞു എന്നുള്ളതാണ്. ആ നന്മയാണ് ഞങ്ങളുടെ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. ആ സമ്പത്ത് ഞങ്ങൾ മറ്റുള്ള ഭൗതിക സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ മറ്റുള്ള സമ്പത്ത് ഞങ്ങൾ മറന്നുപോയി. ദൈവമേ, ഞങ്ങൾ മറ്റാരെയും കളിയാക്കാതെ, മറ്റാരെയും ഒന്നും പറയാതെ, ദൈവമേ, ഞങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് ദൈവമേ 10% എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഉള്ളത് ഷെയർ ചെയ്ത് ദൈവമേ ഷെയർ ചെയ്യണം എന്ന് പഠിച്ചത്. ദൈവമേ, ആ ഷെയർ ചെയ്യണം ഉള്ള ഒരു പങ്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉള്ളത് അനുസരിച്ച് കൊടുക്കുവാൻ ഞങ്ങൾ ഇടയാക്കണം. കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കാനോ ഒന്നും ഇടയാക്കാതെ ദൈവനാമം മഹത്വത്തിന് പുകഴ്ചിക്കണം. ദൈവത്തിനാണ് കൊടുക്കുന്നത്, ദൈവമാണ് ഞങ്ങളുടെ സമ്പത്ത് തന്നത്, ദൈവത്തിനാണ് കൊടുക്കുന്നുള്ള ബോധത്തോടെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ദൈവമേ, ഇതേപോലുള്ള സെൻസിറ്റീവ്നെസ് ഒന്നും ഞങ്ങൾക്ക് വരാതെ, ദൈവമേ ഒരു റിബലിയസ്നെസ്സും ഞങ്ങളിൽ വരാതെ, ദൈവമേ ഒരു ഇതും വരാതെ ദൈവത്തെ സേവിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഇടയാക്കണമേ. ദൈവത്തെ മാത്രം അറിഞ്ഞ് ആത്മീയരായി ദൈവമേ പരിശുദ്ധമായ ശക്തിയാൽ നിറഞ്ഞ് ദേവസ്വം പുതുക്കം പ്രാപിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടയാക്കണമേ. ഒരിക്കലായിട്ടല്ല, ദിവസം പുതുക്കം പ്രാപിച്ച് ജീവിക്കണം. ദൈവമേ, പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുവാനും, ദൈവമേ അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ അറിഞ്ഞ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നത് ദൈവമേ, ഇന്നത്തെ ഹൗ ഡീപ്പ്
ഈസ് ദ ഫാദേഴ്സ് ലവ്, ഹൗ ഡീപ്പ് ഈസ് ദ ഫാദേഴ്സ് ലവ് ഞങ്ങൾക്ക് പാടുവാൻ ഇടയാക്കിയല്ലോ. ദൈവമേ, ഞങ്ങൾക്ക് എന്ത് യോഗ്യത ഞങ്ങളിൽ കണ്ടിട്ടാ ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചത്. വി ഡോണ്ട് ഹാവ് എൻ ആൻസർ ടു ഇറ്റ്. ദൈവമേ, ഞങ്ങൾക്ക് അതിനൊരു ഉത്തരവില്ല. ദൈവമേ, ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച്, ഞങ്ങളെ ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ കാൽവർ ക്രൂശിൽ തന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉത്തരവില്ല. ദൈവമേ, താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് അസ്. ഇത്രയും നന്ദി. അങ്ങനെ ദൈവത്തെ സേവിച്ച് ഞങ്ങൾ ജീപ്പാടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒന്നും ഓർക്കില്ല, കണക്കില്ല, പരം ചോദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലവും മാനം മാത്രം ശക്തി രാജ്യം അർപ്പിച്ചു സാലിം ജീവിച്ച ഈശോ തന്നെ. ആമേൻ.